ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വിൻകുട്ടനെ സ്കൂളിന് 2 ദിവസം സ്പോർട്സ് ആയിട്ട് അവധി കിട്ടി. അപ്പോൾ ഞങ്ങളൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതാ കണ്ട് ഇവിടെ ഒരു മാങ്ങ ഉണ്ട്, അത് കാണിച്ചു തരികയാണേ ഇപ്പോൾ. അപ്പോൾ അവിടെ എത്തിയ ഓണത്തിനൊരു സുഖമില്ല പോയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാ. അപ്പോൾ വിൻകുട്ടൻ ഇതായി കണവ തെറ്റാലി ഉപയോഗിച്ച് ആ മാങ്ങ വീഴുമോ നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസത്തേട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പോയത് ഇന്നലെ വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ പോയത്. അപ്പോൾ അന്നും ഉണ്ട് വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അത് വിറകുവരയോടനുബന്ധിച്ചിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം അവിടെ വെറുതെ ടാർപോണിൻ വലിച്ചു കെട്ടിയതായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ മഴ മൊത്തം ഈ മുറ്റത്താവും. ഈ മുറ്റത്തായി കഴിഞ്ഞാൽ വർക്ക് ഏരിയയിലേക്ക് വെള്ളം വരും. അപ്പോൾ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് അവിടെ ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കോണി വെക്കണം മേലേക്ക് പോവാനേ. അപ്പം അതിൻ്റെ പണി ഞങ്ങൾ പോയ അന്ന് 3 ആളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൊളിക്കലും കെട്ടലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, ഉദയേട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിനടുത്താണ്. ഉദയേട്ടൻ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ വിൻകുട്ടനാണെന്ന് ഉദയേട്ടൻ്റെ ഹെൽപ്പറായിട്ട് ഉദയമാമ പറഞ്ഞിട്ട് കൂടെ നടക്കുക. അവനാണ് കേട്ടോ ഒന്ന് ഹെൽപ്പർ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സഹായിക്കും. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റുണ്ട് കേട്ടോ വിൻകുട്ടൻ എണീറ്റു. അപ്പോൾ ഇന്നലെ തേച്ച സ്ഥലമൊക്കെ ഉണ്ടല്ലോ, കെട്ടി തേച്ച സ്ഥലമൊക്കെ നനച്ചു കൊടുത്തു. ഇന്നിപ്പോൾ ഉദയേട്ടന് വെള്ളം കോരിയൊക്കെ കൊടുക്കുക, സിമൻറ്റ് പിന്നെ കുഴയ്ക്കാനുള്ള വെള്ളമൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അതാ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വികൃതിയും കളിക്കും. പിന്നെ ചട്ടിയിലേക്ക് വാരി കൊടുക്കും. പിന്നെ അവിടെ പൊടിയെ അതൊക്കെ അടിച്ചു വാരുക. ഇങ്ങനെ പല പണിയും വിൻകുട്ടൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം കുട്ടികളെല്ലാം പണിയും ചെയ്ത് ശീലിക്കണം. അതിനിടയിൽ അമ്മമ്മ പറയുന്നുണ്ട് എനിക്ക് ബാലവേലയാണെന്ന് പറയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല, കുട്ടികളെല്ലാ പണിയും നമ്മൾ ശീലിപ്പിക്കണം. അവരൊന്നിനും ഒരു മടി ഉണ്ടാവരുത്. പിന്നെന്താ, TV കാണുന്ന സമയം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചോദിച്ചാൽ അത്രയും അറിയുമല്ലോ. അപ്പോൾ അത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ TV കണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ TV കാണുന്നുള്ള വലിയ മോഹമൊന്നുമില്ല. അപ്പോൾ അമ്മ വെള്ളം കോരാൻ പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ വിൻകുട്ടൻ തന്നെ കോരി. അപ്പോൾ വിൻകുട്ടൻ കോരുമ്പോൾ അത് എല്ലാവരെയും കാണിക്കാനൊക്കെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. ഞാനിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അമ്മ എടുത്തോളൂ, ഞാൻ വെള്ളം കോരുന്ന എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ കോരുകയാണേ. അത് ഉദയേട്ടന് വേണ്ടിയിട്ട് അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കോരുകയാണ്. അതിൽ വെള്ളം ഉണ്ട് ബക്കറ്റിൽ, എന്നാലും പിന്നെയും കോരുക. അപ്പം ഞാൻ വിചാരിച്ചൊക്കെ ചെയ്യട്ടെ. പിന്നെ ഇവിടുന്ന് ഇത്ര ചെയ്യില്ല കേട്ടോ. അമ്മേൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അമ്മമ്മ കാണിക്കാനും എല്ലാവരെയും കാണിക്കാനും അവിടെ ആൾക്കാരെ കുറച്ച് കൂടുതലാണ് ചുറ്റുവട്ടത്തൊക്കെ. അപ്പോൾ ആൾക്കാരെല്ലാം കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കോണി വെക്കുന്നത്. അപ്പോൾ ആ കോണി ചെയ്യുന്ന പണിയാണ്. ഇനിയിപ്പോൾ അത് കിണറ്റിലേക്ക് എത്തി നോക്കാം. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ കിണറിൽ, കേട്ടില്ലേ, നല്ല അടി വരെ കാണാം. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാൻ വെള്ളം കോരുന്നത് അവിടുന്ന് ബക്കറ്റ് പൊന്തുന്നത് അമ്മ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണം. പഴയ കിണറാണ് കേട്ടോ, വർഷങ്ങളായി. ഞാൻ പറഞ്ഞില്ലേ 40-45 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നേയുള്ള കിണറും വീടൊക്കെയാണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. എന്തായാലും ആ കിണർ എത്ര വർഷമായില്ലേ. അപ്പോൾ അവിടുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ കോരിയെടുക്കണ്ടില്ലേ. ആ തൊട്ടി കിണറ്റിൻ്റെ ഉള്ളിലിട്ടതാ. നല്ല തെളിച്ചുള്ള വെള്ളമായതുകൊണ്ട്, തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തൊട്ടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ അടിയിൽ പോയി തൊട്ടപ്പോൾ ആ വെള്ളം അവിടെ കലക്കിയിട്ടോ. അവൻ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുമ്പോൾ നല്ല കലങ്ങിയ വെള്ളമാണേ വരിക. എന്തായാലും വേണ്ടിയില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അവൻ്റെ സന്തോഷമല്ലേ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഉദയേട്ടൻ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇന്നലെ എടുക്കാഞ്ഞത് ഉദയേട്ടൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ, അത് ഇന്നലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഉദയേട്ടൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എടുത്തോ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉദയേട്ടൻ എടുക്കുന്നു. ഉദയേട്ടൻ നല്ല, ഞങ്ങളുടെ വീട്ടിലെ തൊട്ടടുത്താട്ടോ. ഞങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ് ഉദയേട്ടനും റീനേച്ചിയും ഒക്കെ. ഞങ്ങളെ സ്വന്തം ഉദയേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ റീനേച്ചി. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഇപ്പോൾ പോയാലും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതാണ് വിനുവിൻ്റെ ആക്രി സാധനങ്ങൾ എന്ന് ഞാൻ പറയും, പക്ഷേ വിനുവിൻ്റെ ജീവനാണിത്. ഇത് ഇവിടുന്ന് വിനുവിൻ്റെ അല്ല, പണ്ടൊക്കെ ആണെങ്കിൽ കുറേ ബസ്സും കാറൊക്കെയാണ് അമ്മമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുക. ഇപ്പോൾ അതെല്ലാം പോയി ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക. കണ്ടില്ലേ, ഇപ്പം ഈ ഒരു എന്താ പറയുക HW ബാറ്ററി, ഈ എന്താ പറയുക കണക്ടർ, അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുപോയി ഇതിങ്ങനെ കറങ്ങുക. കണ്ടില്ലേ, ഇതിങ്ങനെ കറക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ ഓരോന്ന് ചെയ്യും. പിന്നെ ലൈറ്റ് ഉണ്ടാക്കും, പിന്നെ ബസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് അങ്ങനെ പല പരിപാടിയുണ്ട്. ഇതിപ്പോൾ അമ്മമ്മേനെ കാണിക്കാൻ കൊണ്ടുപോയതാണ്. കഴിഞ്ഞ ദിവസം ഇതായിരുന്നു, ഇവർക്ക് ശാസ്ത്രമേളയായിരുന്നു. അപ്പോൾ ശാസ്ത്രമേളയ്ക്ക് ബാറ്ററിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാറ്ററിയൊക്കെ ചാർജ് 2-3 എണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് അമ്മമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ്. ഇനി ഒക്കെ തിരിച്ച് കെട്ടി ഇങ്ങോട്ടും കൊണ്ടുവരും കേട്ടോ. ഇപ്പോൾ ഇത് ഏട്ടൻ്റെ മോള് വരച്ച ചിത്രമാണ് കേട്ടോ. അവൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്യുക. ചെറിയ മോൾ അമ്മോൻ്റെ പ്രായം തന്നെയാണ്. അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ അതിൽ അവൾ വരച്ച ചിത്രം ഇങ്ങനെ കാണിച്ചു തരിക. ഇതാണ് എൻ്റെ ഏട്ടൻ്റെ മോള്, വിൻകുട്ടൻ്റെ അതേ പ്രായം. അത് കഴിഞ്ഞതാ ഇപ്പോൾ ആ ലൈറ്റില്ലേ, സ്ട്രിപ്പ് ലൈറ്റ്, അത് അവൻ കണക്ടർ വെച്ചിട്ട് സെല്ല് വെച്ച് കണക്ടർ വെച്ചിട്ട് അത് കത്തിക്കുകയാണ് കേട്ടോ. ഇനി സ്വിച്ച് ഘടിപ്പിച്ചിട്ട് കൂടെ അവൻ കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ ഞാൻ എടുക്കണം, വീഡിയോ എടുക്കണം, എല്ലാവരെയും കാണിക്കണം. അവൻ്റെ ഓരോ ഇതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ നല്ല കാര്യമല്ലേ, അവൻ ചെയ്യട്ടെ.
കണ്ടില്ലേ, സ്വിച്ച് ഘടിപ്പിച്ചിട്ടാണ് അവനിപ്പോൾ അത് അങ്ങനെ ലൈറ്റ് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ തൂക്കിയിട്ട് കാണിച്ചു തരാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും എന്താണ്, അതിന് ബാറ്ററീൻ്റെ ചാർജ് തീർന്നുണ്ട്. കുറേ യൂസ് ചെയ്തിട്ട് പോയ മുതലേ അമ്മമ്മേനെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തീർന്നു, ചാർജറൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. അവിടെ നിന്ന് മോന് ചെണ്ടേൻ്റെ അരങ്ങേറ്റുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഫോട്ടോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ഇത് അടുത്ത വീട്ടിലാട്ടോ, ഞങ്ങളെ വീട്ടിലേക്ക് കാറൊന്നും പോവില്ല, ഇടവഴി ആയതുകൊണ്ട്. അപ്പോൾ അടുത്ത മിഞ്ചേച്ചിൻ്റെ വീട്ടിലാണ് വെച്ചത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും അവൻ ഇടവഴി എഴുതി റോഡുമിൽ വന്നിട്ട് ബസ്സിന് കൈ കാട്ടുന്ന പോലെ കൈ കാട്ടുക കേട്ടോ. അങ്ങനെ കയറി, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഞങ്ങളെ എന്താ പറയുക, ശാന്തസുന്ദരമായ വഴികളിലൂടെ വയലുകളും കുളവും ഒക്കെ എന്ത് രസമല്ലേ കാണാൻ. അതിലെ കൂടെ തിരിച്ചതാ ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഞാൻ വാതിൽ തുറന്നു. പിന്നെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ഭാഗമൊക്കെ ഒന്ന് നോക്കണ്ടേ. വീടിന് ചുറ്റും നടന്ന ശേഷമാണ് കേട്ടോ വാതിലൊക്കെ. ഒരു ദിവസം മാറി നിന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും ഒന്ന് നോക്കുമല്ലോ. പിന്നെ ഞാൻ അകമൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ഒറ്റ ദിവസമേ ഉള്ളൂ, ഇന്നലെ രാവിലെ പോയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ വന്ന് അപ്പോൾ അകമൊക്കെ ഒന്ന് നോക്കി, എങ്ങനെയുണ്ട്, എന്തുണ്ട്, പൊടിയുണ്ടോ. അതൊക്കെ ഒരു ദിവസം കൊണ്ട് പൊടിയാവൊന്നുമില്ല, എന്നാലും നമുക്ക് അങ്ങനെയാണല്ലോ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അലക്കാനിട്ടു. ഇന്നലെ രാവിലെ പോയതുകൊണ്ട് അലക്കാൻ പറ്റിയില്ല. അപ്പം അലക്കി രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേഗം ചുക്കളം വെച്ചു കേട്ടോ. ഇത് രണ്ടും വേഗം ചെയ്തു. അപ്പോഴേക്കും വിൻകുട്ടന് ചെണ്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായി. അപ്പോൾ നോക്ക്, അതുവരെ TV കണ്ടിരുന്നതാണ്. എന്നിട്ട് പരക്കാൻ പായാണ് ചെണ്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ. അതാ കണ്ണട മറന്നു അങ്ങനെ ഓടുന്നുണ്ടേ. ഈ 5:30 ചെണ്ട. ഇനിയിപ്പോൾ കുറേ വൈകും, ഒരു 6-7 മണിയാവും വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് അരിമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ പാത്രമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. എന്നിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലും അടിച്ചു വാരലൊക്കെ കാണിക്കണ്ടല്ലോ. അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തണം കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഇഷ്ടമാവുന്നില്ല എന്നും പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.